തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് കാണാത്തവരുണ്ടല്ലോ. ഈ കാണാത്തവരെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ കാര്യത്തിൽ സൈന്യത്തിനു പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആദ്യഘട്ടത്തിലുള്ളതുപോലെ അത്രത്തോളം കാണില്ല. എന്നാൽ അവർ ഏത് സാഹസികമായ കാര്യവും ചെയ്യാൻ തയ്യാറാവുകയാണ്. ഇപ്പോൾ ഞാനൊരു പ്രദേശം പറഞ്ഞില്ലേ, എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് അവരടക്കമുള്ള ദൗത്യസേനയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരും തൽപരരാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തുറന്നുള്ള പ്രവർത്തനങ്ങൾ അവരുമായിട്ടെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് വെച്ചത്. അതുകൊണ്ടാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ കാണാനില്ലാത്തവരെ കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമം തുടരുക എന്നത് തന്നെയാണ് കാണുന്നത്. അല്ല, ഇത് ഈ സ്ഥലത്തുള്ളതാണ്. ഈ സ്ഥലത്ത് തന്നെ വീട് നിർമ്മിക്കുകയോ കെട്ടിടം നിർമ്മിക്കുകയോ എന്നുള്ളത് ആർക്കും ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. അത് അവരുമായിട്ടെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. അത് ഒരു ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട പ്രശ്നമാണ്. അങ്ങോട്ട് തന്നെ പോകാനാണോ ആഗ്രഹിക്കുന്നത്, അല്ല വേറെ സ്ഥലത്താണോ, നമ്മളിപ്പം പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് ഉണ്ട് അതിൻ്റെ ഭാഗമാകാനാണോ, അത്തരം കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതായിരിക്കും നന്നായി. ഇപ്പം നമ്മളൊരു നിലപാട് ഖണ്ഡിതമായി എടുത്തിട്ടില്ല. ആ ക്യാമ്പിനകത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല. ക്യാമ്പിനകത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല. ഫോണ് പലരുടെയും കയ്യിലില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് അവിടെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അവർക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും, ഇടപെടാനും പറ്റും. ഇത് ആ കണക്കിലേക്ക് ഇപ്പം നമ്മൾ പോയിട്ടില്ല. പക്ഷേ എത്രയായാലും നമുക്കത് സാധിക്കുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ നാടിൻ്റെ ഒരുമ അതാണ് കാണിക്കുന്നത്. എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ അങ്ങേയറ്റത്തെ താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. വിവിധ വിഭാഗങ്ങൾ ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സന്നദ്ധ ഇപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ സന്നദ്ധതയെല്ലാം നമ്മൾ അതേപോലെ തന്നെ വിലമതിക്കുകയാണ്. പക്ഷേ നമ്മളൊരു കൃത്യമായ പ്ലാൻ തയ്യാറാക്കും. ആ കൃത്യമായ പ്ലാൻ എന്ന് പറയുന്നത് വലിയ തോതിൽ നമ്മുടെ ഈ ഒരുമയുടെ ഭാഗമായുള്ള ഒരു സംവിധാനം, പുനരധിവാസ സംവിധാനം ഒരുക്കുന്നതായിരിക്കും. അതിനകത്ത് നേരത്തെ ഇന്നലെയോ മറ്റോ ഞാൻ പറയുമ്പോൾ ലോകോത്തര നിലവാരമുള്ള പുനരധിവാസം എന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഉദ്ദേശിക്കുകയാണ്. അതിനു പറ്റിയ ആർക്കിടെക്റ്റുകളുമായി അടക്കം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കും. അതേസമയം എൻവിറോൺമെൻ്റൽ കാര്യങ്ങളിൽ, പരിസ്ഥിതി മേഖലകളിൽ വലിയ തോതിൽ പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആർക്കിടെക്റ്റുകളുമുണ്ട്. അത്തരം ആളുകളുടെ കൂടി സഹായം നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിക്കും. നമ്മുടെ രാജ്യത്തുമുണ്ട്, രാജ്യത്തിന് പുറത്തും കാണും. അങ്ങനെയുള്ളവരുടെ എല്ലാം സഹായം എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും ഒരു മാതൃകയാക്കാവുന്ന ഒരു പുനരധിവാസ കേന്ദ്രം അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും. എത്ര പണമായാലും അതിന് നമുക്ക് വിഷമം വരില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചിന്ത. അതാണ് ഞാൻ പറഞ്ഞത്, പല തരത്തിലുള്ള നല്ല മനസ്സുകളും ഇത്തരം കാര്യങ്ങളിൽ നല്ല ഓഫറുകൾ നൽകുന്നുണ്ട്. അതൊക്കെ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ളവരാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. പക്ഷേ നടപ്പാക്കുന്നത് സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും. അതെ അതെ, ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ.
ഓ, അതെ, ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഈ ദുരന്തമുണ്ടായപ്പോൾ ആദ്യത്തെ വിളി രാഹുൽ ഗാന്ധിയുടേതായിരുന്നു, രണ്ടാമത്തെ വിളി പ്രധാനമന്ത്രിയുടേതായിരുന്നു, മൂന്നാമത്തെ വിളി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതായിരുന്നു. ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിച്ച പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ സന്നദ്ധമാണ്, എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളതിന് തയ്യാറായിരിക്കുകയാണ് എന്നുള്ള മട്ടിലാണ് സംസാരിച്ചിരുന്നത്. ഞാനതന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഈയൊരു മനോഭാവമാണ് ആദ്യം അവർ പ്രകടിപ്പിച്ചതെങ്കിലും അതിൽ നിന്ന് പിന്നെയൊരു ചെറിയൊരു വ്യത്യാസം ചിലർ പ്രകടിപ്പിക്കുന്നതായി കാണുന്നു. ഇപ്പോൾ ഈ ദുരന്തം എന്ന് പറയുന്നത് അനേകം മനുഷ്യരുടെ ജീവനെടുത്ത ഒരു ദുരന്തമാണ്. അതിലുമേറെ പേരുടെ ജീവിതത്തെ വല്ലാത്തൊരു അസന്ദിഗ്ധതയിലേക്ക് തള്ളിവിട്ട ദുരന്തവുമാണിത്. ഒരു പ്രദേശത്തെ നാമാവശേഷമാക്കിയ ദുരന്തവുമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു മാനസികാഘാതത്തിൽ നിന്ന് അവിടെയുള്ളവർ മാത്രമല്ല, നമ്മുടെ നാടാകെ, കേരളമാകെ ഇപ്പോഴും മോചിതരായിട്ടില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കൂട്ടായ ആലോചനയിലൂടെ, ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. നമുക്ക് എന്ന് പറയുന്നതിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് അതിൽ പ്രധാന പങ്കുണ്ട്, നമ്മുടെ സമൂഹത്തിനാകെ അതിൽ പങ്കുണ്ട്. ഭൗമതാപനവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും ഉൾപ്പെടെയുള്ള ആഗോള പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇത്തരമൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണിത് എന്നത് നാം തിരിച്ചറിയണം. മനുഷ്യരാശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിജീവന പ്രശ്നമായിട്ട് ഇത് മാറുകയാണ്. ഇപ്പോൾ ഈ ദുരന്തം നടന്ന സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണഗതിയിലൊരു സമതലമായ പ്രദേശമാണ്. അവിടെ ആരും ദുരന്തം പ്രതീക്ഷിക്കുന്നില്ല. 6 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അതതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി വന്നിടിച്ചപ്പോൾ ഈ പാവങ്ങൾ കെട്ടിപ്പടുത്ത അതിൻ്റെ മണ്ണിനടിയിലായി പോവുകയാണ് ചെയ്തത്. അവരും മണ്ണിലടിയിലാവുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യമാണല്ലോ. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ ആഴത്തിലുള്ള ചിന്തകൾക്കും കൂട്ടായ പരിശ്രമങ്ങൾക്കുമുള്ള ഒരു ഘട്ടമാണിത് എന്നാണ് നാം എല്ലാവരും തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തെ വലിയ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി പൊതുവേ ഇല്ല, പക്ഷെ ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അക്കൂട്ടത്തിൽ ജനങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തമുള്ളവർ തന്നെ ഉൾപ്പെടുന്നു എന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്നായിപ്പോയി. പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും അനധികൃത ഖനനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു ദുരാരോപണമാണ് കേട്ടോ. ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അവമാനിക്കുകയാണ് ചെയ്യുന്നത്. ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറേ പേരുടെ. അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല.